ബ്ലസ് ചെയ്യും, ദണ്ഡവിമോചനം നൽകി നമ്മളെ ആശീർവദിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഈ സമയം നമ്മുടെ ഈ സമൂഹത്തിൽ, പ്രത്യേകിച്ച് ഇന്നിവിടെ ആയിരിക്കുന്ന എല്ലാ രോഗികളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിലെ മനസ്സിൻ്റെ സകല രോഗങ്ങൾ, ശിരസ് മുതൽ പാദം വരെയുള്ള എല്ലാ രോഗങ്ങളും നസ്രായനായ ഈശോയുടെ നാമത്തിൽ വലിയ സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആന്തരിക അവയവങ്ങളിലെ രോഗങ്ങൾ, ബാഹ്യ അവയവങ്ങളിലെ രോഗങ്ങൾ എല്ലാം ഈശോയുടെ നാമത്തിൽ വിട്ടുമാറുന്നതിനു വേണ്ടി അവിടുന്ന് പരസ്യ ജീവിതകാലത്ത് വചനം കൊണ്ട് രോഗികളെ സുഖപ്പെടുത്തുകയും അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയും ചെയ്തു. രോഗികളെ സുഖപ്പെടുത്താനായിട്ടുള്ള ശക്തി അവിടുത്തെ ശരീരത്തിലുണ്ടായിരുന്നു. അവൻ്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അനേകം രോഗികളെ സുഖപ്പെടുത്തി. ഈശോയെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്, മരുന്നോ ലേപനമോ അല്ല, അങ്ങയുടെ വചനമാണ് ഞങ്ങളെ സുഖപ്പെടുത്തുന്നത് എന്ന്. അവർ തങ്ങളുടെ കഷ്ടതയിൽ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് അവരെ സുഖപ്പെടുത്തി എന്ന വചനത്തിൻ്റെ അഭിഷേകത്താൽ ഒത്തിരി വിശ്വാസത്തോടെ ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് എല്ലാ രോഗികളെയും, നമ്മുടെ പ്രിയപ്പെട്ടവർ, ഈ സമയം ഇവിടെ ആയിരിക്കുന്നവർ, ഒരുപക്ഷെ ഇവിടെ അല്ലാത്തവർ, എല്ലാ രോഗികളെയും ഒരു നിമിഷം നമുക്ക് കർത്താവിന് വലിയ കരുണയ്ക്കായിട്ട് സമർപ്പിച്ചുകൊണ്ട് വലിയ സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ച് സാധിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ കരങ്ങളൊക്കെ ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എല്ലാ രോഗികളെയും, നമ്മുടെ രോഗങ്ങളെയും, നമ്മുടെ എല്ലാ അവസ്ഥകളെയും എല്ലാ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിച്ച് ഒരു നിമിഷം വലിയൊരു സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രസാദത്തിൽ കുർബാന സ്വീകരിക്കുകയും പപ്പായുടെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ കാലിക ശിക്ഷകളിൽ നിന്നുള്ള മോചനം നമുക്ക് ലഭിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട മരിച്ചുപോയവർക്ക് ലഭിക്കുന്നു. ഇതിനുശേഷം നമുക്ക് കണ്ണടച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ മരിച്ചുപോയ എല്ലാവരെയും നമുക്ക് ഓർക്കാം. സൂര്യൻ്റെ വെട്ടുന്ന ശോഭയോടെ അവരെല്ലാവരും ഉയർത്തി നിൽക്കാനായിട്ട് പിതാവിൻ്റെ വലിയ കരുണ ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കൃഷ്ണായുടെ പിതാവേ, നമ്മുടെ നാം പൂജിതമാകണമേ, നമ്മുടെ രാജ്യമേ, നമ്മുടെ തിരുമനസ്സുകരെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ മറിയമേ, സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. ദരിദ്രമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആശീർവദിച്ചതും ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നതും ഈശോയാണ്. ഈശോയ്ക്ക് സ്വരം നൽകിക്കൊണ്ട്, ഈശോയ്ക്ക് കരങ്ങൾ നൽകിക്കൊണ്ട് മാത്രമാണ് പുരോഹിതരെ കരങ്ങൾ ഉയർത്തുന്നതും ആശീർവദിക്കുന്നതും. ഈശോയുടെ ആശീർവാദത്തിലൂടെ വലിയ വിശുദ്ധീകരണവും വലിയ പൗത്രീകരണവും അതുപോലെ തന്നെ ഈശോയുടെ സഹവാസവും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാ മനുഷ്യരെയും എല്ലാ സൃഷ്ടികളെയും മറിയത്തിൻ്റെ ഗർഭപാത്രത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് വീക്ഷിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സ്തുതിയല്ല.